അരുൺ ബാബു നേരത്തെ തന്നെ വലിയ പ്രചാരണം മനുഷ്യച്ചങ്ങലയുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ നടത്തിയിരുന്നു. വലിയ സംഘടനാ സംവിധാനം ഉള്ള യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. കൃത്യമായി ആളുകളെ അണിനിരത്താൻ ഈ പ്രതിഷേധത്തിന് സാധിച്ചു എന്ന് ഇന്നത്തെ ദൃശ്യങ്ങൾ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും. ഡിവൈഎഫ്ഐയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ പ്രതിഷേധം എത്രത്തോളം വലിയ വിജയം? അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു പ്രതിരോധമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് നമ്മുടെ തെരുവുകൾക്കകത്ത് കണ്ടത്. ഇനിയും സഹിക്കണമോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങല അക്ഷരാർത്ഥത്തിൽ ഈ മുദ്രാവാക്യത്തോട് കേരളീയ സമൂഹമാകെ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ്. ഒരു ഇടതുപക്ഷ മനസ്സുള്ള ആളുകൾ എന്നതിനപ്പുറത്തേക്ക് കേരളമാകെ ഡിവൈഎഫ്ഐ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം അത് ഈ നാടിന്റെ ആവശ്യമാണെന്നും നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും സങ്കീർണമായ മുദ്രാവാക്യങ്ങൾ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, രാജ്യത്തെ ഫെഡറൽ തത്വങ്ങളെ ഇല്ലാതാക്കുന്ന, സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ ഇല്ലാതാക്കുന്ന, സംസ്ഥാന ഗവൺമെന്റുകളെ സാമ്പത്തികമായി തകർക്കുന്ന, BJP ഇതര സംസ്ഥാന ഗവൺമെന്റുകളെ, ഗവർണർമാരെയും അതുപോലെ തന്നെ സാമ്പത്തികമായും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ അന്വേഷണ ഏജൻസികളെയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയമായി ഈ സംസ്ഥാനങ്ങളെയെല്ലാം ദുർബലപ്പെടുത്തുന്നതിന് അതിന്റെ ഭരണ നേതൃത്വങ്ങളെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തെ എല്ലാം ദുർബലപ്പെടുത്തുന്ന ഇതിനെതിരായിട്ടുള്ള അതിശക്തമായ സമരങ്ങൾ രാജ്യത്താകമാനം ഉയർന്നു വരുന്ന കാഴ്ചകൾ നാം കണ്ടുവരികയാണ്. ഇപ്പോൾ തന്നെ ഡിവൈഎഫ്ഐ തന്നെ ജമ്മു കാശ്മീരിൽ നടത്തിയ സമരങ്ങളുണ്ട്, ത്രിപുരയിൽ നടത്തിയ സമരങ്ങളുണ്ട്, മഹാരാഷ്ട്രയിലും ഡൽഹിയുടെ തലസ്ഥാന നഗരിയിലും ഹരിയാനയിലും തമിഴ്നാട്ടിലും അങ്ങനെ തെലങ്കാനയിലും ആന്ധ്രയിലും അങ്ങനെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഒടുവിൽ ബംഗാളിന്റെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും എല്ലാം ചുവപ്പ് പടർത്തിക്കൊണ്ട് ഇൻസാഫ് റാലിയും അതിനുശേഷം കൊൽക്കത്തയുടെ തെരുവീതികളെ ആകെ അക്ഷരാർത്ഥത്തിൽ യൗവനത്തിന്റെ പ്രതിരോധം തീർത്തുകൊണ്ടുള്ള ബ്രിഗേഡ് റാലിയും എല്ലാം ഇന്ത്യ കണ്ടതാണ്. അപ്പോ രാജ്യമാകെ ഈ സംഘപരിവാറിന്റെ ഈ നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ സമരമാണ്. ആ സമരത്തോടൊപ്പം തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഈ കേന്ദ്രത്തിന്റെ ഈ തൊഴിലില്ലായ്മ 1 വർഷം 2 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ആളുകൾ ഭരണത്തിലെത്തി 10 വർഷക്കാലം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ പുതുതായി ഒരു തൊഴിലവസരങ്ങൾ കൂടി സൃഷ്ടിച്ചില്ല എന്ന് മാത്രമല്ല ഈ സ്ഥിരം തൊഴിൽ രാജ്യത്തില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ആകെ സ്വകാര്യവൽക്കരിച്ചു. ഇന്ത്യൻ സൈന്യത്തെ പോലും അഗ്നിപത് പദ്ധതി നടപ്പിലാക്കി കരാർവൽക്കരിച്ചു. ഇനി സ്ഥിരം തൊഴിൽ എന്നുള്ളതൊരു സ്വപ്നം മാത്രമായി നിലനിൽക്കും. കരാറടിസ്ഥാനം ഈ രാജ്യത്തെ കരാറടിസ്ഥാനത്തിലുള്ള നിയമനങ്ങൾ രാജ്യത്തെ എല്ലാ മേഖലയിലേക്കും വരികയാണ്. അപ്പൊ സ്ഥിരം തൊഴിൽ ഇല്ലാതാകുകയാണ്. രാജ്യത്തെ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. സ്ഥിരം തൊഴിൽ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു നയം കൂടിയാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. രാജ്യത്ത് സംവരണം എത്ര വിദഗ്ധമായിട്ടാണ് അട്ടിമറിക്കപ്പെടുന്നത്. ഗവൺമെന്റ് ജോലി ഇല്ലാതായാൽ, സ്ഥിരം തൊഴിൽ ഇല്ലാതായാൽ രാജ്യത്തെ സംവരണം കൂടിയാണ് അട്ടിമറിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെയാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ മറ്റൊരു മുദ്രാവാക്യം, നമ്മുടെ നാട് കേരളം ക്ഷേമത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു വികസന സംസ്കാരം. ഈ കേരളം എല്ലാ കാലത്തും മുന്നോട്ട് പോയ ഒന്നാണ്. 1957 മുതലുള്ള ഗവൺമെന്റുകൾ ക്ഷേമത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി മുന്നോട്ട് വന്നത്. ജനകീയാസൂത്രണ പദ്ധതി, കുടുംബശ്രീ, അതുപോലെ തന്നെ EMS പാർപ്പിട പദ്ധതി, ലൈഫ് പാർപ്പിട പദ്ധതി, ലക്ഷം വീട് പദ്ധതികൾ, അങ്ങനെ നിരവധിയായിട്ട് പൊതുവിതരണ ശൃംഖലയുടെ ശക്തിപ്പെടൽ, പൊതുവിദ്യാഭ്യാസ മേഖല, ആ നിലയിലേക്ക് പൊതുഗതാഗത സംവിധാനം, ഇതെല്ലാം ഒരു ക്ഷേമത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയതെങ്കിൽ ആ ക്ഷേമ പദ്ധതികളെല്ലാം അട്ടിമറിക്കുക. കേരളത്തിന്റെ വികസന മോഡൽ എന്ന് പറഞ്ഞാൽ രാജ്യവും ലോകവും ശ്രദ്ധിക്കപ്പെട്ടതാണ്. ആ വികസന മാതൃകകളെ ആകെ അട്ടിമറിക്കപ്പെടുന്നു. കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതിനെല്ലാം എതിരായിട്ടുള്ള അതിശക്തമായ പ്രതിരോധമാണ്. കേരളം ഒരു മനസ്സായി ഒരു സമരത്തിൽ പങ്കെടുക്കുക. അതാണ് ശ്രീ അരുൺ, ഈ താങ്കൾ സൂചിപ്പിച്ച വിഷയങ്ങളിലേക്ക് നമുക്ക് വിശദമായി വരാം. അതിനു മുമ്പ് ഞാൻ ഈ സമരത്തിന്റെ ഒരു പശ്ചാത്തലം ചോദിക്കുന്നത്, ഇന്ന് തന്നെ ഇപ്പോൾ സാഹിത്യരംഗത്തെ ആളുകളെ കാണാൻ സാധിച്ചു, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ആളുകളെ കാണാൻ സാധിച്ചു, സിനിമാ പ്രവർത്തകരെ ഉൾപ്പെടെയൊക്കെ കാണാൻ സാധിച്ചു. അതായത് ഡിവൈഎഫ്ഐ പ്രതീക്ഷിച്ച ആളുകളെല്ലാം ഈ പ്രതിഷേധത്തിൽ അണിനിരന്നു. തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐ പ്രതീക്ഷിച്ച ആളുകൾ എന്ന നിലയിലല്ല, ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങള് ഇതിന്റെ ഒരു സംഘാടനവുമായി ബന്ധപ്പെട്ട് നവംബർ മാസം അവസാനത്തോടു കൂടിയാണ് ഡിവൈഎഫ്ഐ ഈ പ്രവർത്തനം ഇങ്ങനെ ഒരു വലിയ സമരത്തിലേക്ക് പോകണമെന്ന്. രാജ്യത്താകമാനം ഡിവൈഎഫ്ഐയുടെ വലിയ സമരങ്ങളുണ്ട്. ആ നിലയിൽ കേരളത്തിലെ ഒരു സമരമാർഗം ഏത് നിലയിലേക്കാകണമെന്ന് തീരുമാനിച്ചപ്പോൾ നവംബർ മാസം അവസാനത്തോടു കൂടിയാണ്
ഒരു മനുഷ്യച്ചങ്ങല. കേരളം ഒരു മനസ്സും ഒരു ശരീരവും ഒരു ഹൃദയതാളവുമായി മാറുന്ന വലിയൊരു ഇതിഹാസ തുല്യമായ സമരത്തിലേക്ക് പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. വളരെ ചുരുങ്ങിയ മാസം കൊണ്ട് ഇതിനിടയ്ക്ക് തന്നെ നിരവധി പരിപാടികൾ, നിരവധി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച നവകേരള സദസ്സ്, അങ്ങനെയുള്ള നിരവധി പരിപാടികൾ ഇതിന്റെ ഇടയിൽ വന്നപ്പോൾ അതിന്റെ സംഘാടനത്തിലെല്ലാം കുറച്ച് സമയക്കുറവെല്ലാം ഉണ്ടായി. പക്ഷെ ഞങ്ങളൊരു 20 ലക്ഷം ആളുകളെയാണ് ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് കണ്ടതെങ്കിൽ, അത്രയും ആളുകളാണ് വരുന്നതെങ്കിൽ ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾ, അത് സാംസ്കാരിക പ്രവർത്തകരായാലും കലാകാരന്മാരായാലും കായിക താരങ്ങളായാലും ഈ കേരളത്തിന്റെ ഒരു സർഗാത്മക യൗവനത്തോടൊപ്പം ഈ ഒരു സാംസ്കാരിക മേഖലയാകെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ, അത് സാംസ്കാരിക കലാ സാഹിത്യ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലുമുള്ള മനുഷ്യർ ഒഴുകിയെത്തിയായിരുന്നു. അപ്പൊ അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് മനുഷ്യർ പല സ്ഥലങ്ങളിലും മനുഷ്യക്കോട്ടയും മനുഷ്യമായി മാറുന്നതാണ്. താങ്കൾ അരുണിന്റെ പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ടാകും.